ഹായ് ഗായ്സ്, പ്ലഗ് ബോയിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി പറയണം അല്ല അതിവിടെ അപ്പൊ ഗായ്സ്, മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ ടീസർ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. ബട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. സോറി ഗൈസ്. അപ്പം അത് വേണ്ട. അപ്പൊ ഞാൻ കരുതി ഇന്ന് മമ്മൂട്ടിയുടെ മോന്റെ നമ്മുടെ കുഞ്ഞിക്ക, നമ്മുടെ ദുൽഖറിന്റെ ഇന്ന് റിലീസായിട്ടുണ്ട് കാന്ത. അപ്പൊ അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ പടത്തിന്റെ ടീസർ ഇന്നലെ റിലീസായതെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് അതല്ല സംഭവം. മമ്മൂട്ടിയുടെ പുതിയ പടത്തിന്റെ ഡയറക്ടറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലെ മമ്മൂട്ടിയുടെ പുതിയ പടത്തിന്റെ ടീസർ ഇന്നലെ ഇറക്കിയത്. അല്ലേ? അതെ. അപ്പൊ ഗൈസ്, അധികം ലാഗ് അടിക്കുന്നില്ല, നമുക്ക് നേരെ ടീസറിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. മമ്മൂട്ടി കമ്പനി. The venom beneath can be suppressed forever. എന്റെ അർത്ഥം എന്താ? തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്നതാണ്. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി. വിനായക് മമ്മൂട്ടി നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളല്ല. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ നടത്തിയ അസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. ഓ വിനായക് അണ്ണാ, സാറേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമ്മാനം തിരിച്ചു പോകുന്നത്? സാറേ നമ്മൾ വിചാരിച്ചപ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ കാറിന് എന്തോ ഒരു ഇതുണ്ടല്ലേ. ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. അത് കൊള്ളല്ലേ. മമ്മൂട്ടി കമ്പനി. എന്തോ ഒരു ഓ ഏതാ ഓ റിങ്ങൊക്കെ ഇവിടുന്ന് എനിക്ക് വയ്യ. Kalam Khavel. The venom beneath. The wait meets is moment on November 27. കൊള്ളല്ലേ? അടിപൊളി സെറ്റ്. ഇങ്ങനെ വേണം ട്രെയിലർ കട്ട് ചെയ്യാൻ, അല്ലടാ? ബാക്കി അങ്ങോട്ട് പറയാം. ഇങ്ങനെ വേണം ട്രെയിലർ കട്ട് ചെയ്യാൻ, അല്ലാതെ കാണാൻ രീതിയിലൊന്നും കട്ട് ചെയ്ത് വെക്കരുത്. അവന് ചുമയാണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും. ബാക്കി എല്ലാ പടവും ഇങ്ങനൊന്നും അല്ല. എല്ലാവരും ഒരു എന്താ അങ്ങോട്ടൊരു ഇത് ഇങ്ങോട്ടൊരു ഇത്. നമുക്ക് ആ ട്രെയിലറിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. ആ കാര്യത്തിലുണ്ട് കാര്യം, അല്ല ട്രെയിലറിലുണ്ട് സിനിമ. പക്ഷെ ഇതിനകത്താണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതാണ് എന്തോ സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തിന് അവിടെ എല്ലാം ആ കാറുണ്ട്. അതെ, ആ കാറാണ് അതിനകത്തിലെ ഹൈലൈറ്റ്. മനസ്സിലായോ? എന്റെ ഒരു സംശയം അതല്ല, ഇതിനകത്തിലെ മമ്മൂട്ടി വില്ലൻ ആവുമോ? മമ്മൂട്ടിയാ വില്ലൻ ആണോ? ആ മമ്മൂട്ടിയാ വില്ലൻ അല്ലേ? ആണ്. അപ്പൊ വിനായകൻ, അപ്പൊ അതിനകത്തിലെ വിനായകൻ നായകൻ. അപ്പൊ മമ്മൂട്ടി വില്ലൻ, വിനായകൻ പൊന്നോ, വിനായകൻ നായകൻ. അത് കൊള്ളല്ലേ? മമ്മൂട്ടി വില്ലൻ. മമ്മൂട്ടി വില്ലൻ നാല് ശേഷം പണ്ടാ എങ്ങാണ്ട് വില്ലനായിട്ടുണ്ടായിരുന്നു. ഇല്ല, എല്ലായിരിക്കും. എന്തായാലും ജിതിൻ കെ ജോസിന്റെ ഇതിന് മുന്നേ ഉള്ള പടം, ഒരു 3-4 വർഷത്തിന് മുന്നേ ഉള്ള പടം കുറിപ്പുണ്ട്. അത് അടിപൊളി പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ തന്നെയാണ് പോയി കണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ പടം കണ്ടില്ല. കുറിപ്പ് കണ്ടില്ല? അടിപൊളി പടം. ഞാൻ OTT അയച്ചു തരാം. അപ്പം നല്ല പടം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ദുൽഖറിന്റെ പടം റിലീസാണ്, കാണാൻ പോകാൻ പറ്റിയില്ല. എടാ കളിയാക്കരുതേ, അൺഎക്സ്പെക്ടഡ് നിനക്ക് ഈ പനി വരും, സൂക്ഷിച്ചോ. അപ്പം എല്ലാവരും November 27 മൂവി പോയി കാണാം. ഓക്കെ,
തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. OTT വരുന്നതിനെ വരെ നോക്കിയിരിക്കില്ല. ഓക്കെ, അപ്പം എല്ലാവരും DS എല്ലാരും കാണാൻ പോയെന്ന് വിശ്വസിക്കുന്ന മാസ്റ്റ് ഫാമിലി പടമാണ്. അടിപൊളി പടമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, അതിൽ ആഘടിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത ഒരു പുതിയൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെയായിട്ടും ഗുഡ് ബൈ, ടേക്ക് കെയർ, ലവ് യു.